In our last class, we are discussing about vegetables and fruits. അല്ലേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും കുറിച്ചാ പറഞ്ഞതല്ലേ? ആണോ? Yes or no? Yes. Yes എന്ന് പറയ്. Yes. ഒച്ചത്തിൽ പറഞ്ഞേ ഒരു yes. നോക്കട്ടെ എത്ര ശബ്ദം ഉണ്ടെന്ന്. Yes or no? Okay. അപ്പോൾ നമ്മൾ കുറേ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ ഒക്കെ പിക്ചേഴ്സും വരച്ചു അല്ലേ? എല്ലാവരും നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ആ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? ഇഷാനി ഒക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ? ഇഷാനി മാത്രമല്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് അഭിനവ് നമ്മൾ പഠിച്ച വെജിറ്റബിൾസ്? ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെജിറ്റബിൾസിനെ കുറിച്ച് പറഞ്ഞല്ലോ? ഏതൊക്കെയാണത്? ഓക്കെ, പൊട്ടാറ്റോ, ടൊമാറ്റോ, onion, cauliflower, pumpkin. okay. Brinjal, cabbage, potato, gourd, tomato, peas, spinach, onion, cauliflower and pumpkin. These are the vegetables we are discussing in our last class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വെജിറ്റബിൾസ് ഇതൊക്കെയാണല്ലേ? ഇത് കൂടാതെയും കുറേ വെജിറ്റബിൾസ് ഉണ്ടല്ലേ നമ്മുടെ വീട്ടില്? നമ്മുടെ എല്ലാവരുടെയും വീട്ടില്. ഉമർ എന്താ ചെയ്യുന്നത്? ഉമർ ഉമർ ഇവിടെ ശ്രദ്ധിക്കണേ. വാട്ട് ആർ യു ഡൂയിങ് there? ഓക്കെ, അപ്പോ ഈ വെജിറ്റബിൾസിനൊക്കെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അത് ഏതൊക്കെയാണ്? ബ്രിഞ്ചൽ, കാബേജ്, പൊട്ടറ്റോ, ഗോർഡ്, ടൊമാറ്റോ, പീസ്, സ്പിനാച്ച്, ഓണിയൻ, കോളിഫ്ലവർ ആൻഡ് പംകിൻ. ദീസ് ആർ വെജിറ്റബിൾസ് അല്ലേ? ഇതൊക്കെ എന്താണ്? വെജിറ്റബിൾസ് ആണ് അല്ലേ? ഇതൊക്കെ വെജിറ്റബിൾസ് ആണ്. ദെൻ ഫ്രൂട്ട്സ്, നമ്മൾ കുറേ ഫ്രൂട്ട്സിന്റെ പേരും പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ് ഹെൽജോ ഫ്രൂട്ട്സ്? ഏതൊക്കെ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ഹെൽജോക്ക് അറിയുന്ന എല്ലാ ഫ്രൂട്ട്സിന്റെയും പേര് പറഞ്ഞാൽ മതി. മോനെ. ആപ്പിൾ, മാംഗോ, grapes, watermelon, banana, plum, cherry, papaya, കഴിഞ്ഞോ? അപ്പൊ ഇതൊക്കെയാണല്ലേ ഫ്രൂട്ട്സ്. എന്തൊക്കെയാണ്? ആപ്പിൾ, മാംഗോ, grapes, guava and watermelon, orange, plum, cherries, papaya, pineapple and banana അല്ലേ? ഇതൊക്കെ എന്താണ്? വെജിറ്റബിൾസ് ആണല്ലേ? സോറി, ഫ്രൂട്ട്സ് ആണല്ലേ? ഏതൊക്കെയാണ്? ആപ്പിൾ, മാംഗോ, grapes, guava, watermelon, orange, plum, cherries, papaya, pineapple and banana അല്ലേ? ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ്? Which fruit do you like more? ഏതാണ്? ഇഷാനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ് ഇഷാനി ഇതില്? പേരക്കയാണ് ഇഷ്ടം.
ഗോവയാണല്ലേ ഇഷ്ടം. ഹൈൽജോക്ക് ഏതാണ് ഇഷ്ടം? വിച്ച് ഫ്രൂട്ട് ഡു യു ലൈക്ക്? ആപ്പിൾ. ഓക്കെ. ആപ്പിളിന്റെ കളർ എന്താണ് ഹൈൽജോ? റെഡ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. റെഡ് കളർ ആണല്ലേ ആപ്പിളിന്. നിതാഷ, മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ് നിതാഷ? ഓറഞ്ച് ആണോ ഇഷ്ടം? ഓക്കെ, ഓറഞ്ച് ആൻഡ് വാട്ടർമെലൺ അല്ലേ? ഇതൊക്കെയാണ് നിതാഷയ്ക്ക് ഇഷ്ടം അല്ലേ? ഫാത്തിമ മെഹ്റീൻ, മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ് ഫാത്തിമ? ബത്തക്കയാണല്ലേ ഇഷ്ടം. ഓക്കെ, വാട്ടർമെലൺ ആണല്ലേ ഇഷ്ടം. വാട്ടർമെലണിന് നമ്മള് ബത്തക്ക എന്നാണ് പറയാറല്ലേ? ബത്തക്ക അല്ലേ? ഓക്കെ, ഫാത്തിമ മെഹറിന് വാട്ടർമെലൺ ആണ് ഏറ്റവും ഇഷ്ടം. മുഹമ്മദ് റഫാൻ, മോന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ് റഫാൻ? ചെറി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ചെറി ആണല്ലേ ഇഷ്ടം. ചെറിന്റെ കളർ എന്താണ്? റെഡ്. ഓക്കെ, ആദിശ്രീ, ആദിശ്രീക്ക് ഏറ്റവും ഇഷ്ടം ഏത് ഫ്രൂട്ടാണ് ആദിശ്രീ? ഗ്രേപ്സ് ആണോ ഇഷ്ടം? വാട്ടർമെലൺ. ഇത് രണ്ടുമാണ് ഇഷ്ടം. ഗ്രേപ്സും വാട്ടർമെലണും ആണ് ആദിശ്രീക്ക് ഇഷ്ടല്ലേ? ഓക്കെ, ഫാത്തിമ സിദ്ദീഖ്, മോക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് മോളെ? വാട്ടർമെലൺ അല്ലേ? വാട്ടർമെലണിന്റെ കളർ എന്താണ് ഫാത്തിമ? ഗ്രീൻ. അതിന്റെ അകത്ത് എന്താ കളറ്? അതിന്റെ അകത്ത് എന്താ കളർ ഉണ്ടാവുക? റെഡ് അല്ലേ? ഓക്കെ, പുറത്ത് എന്ത് നല്ല ഗ്രീൻ കളറാണ് ഉണ്ടാവുക. അത് കട്ട് ചെയ്ത് കഴിയുമ്പോ ഉള്ളിൽ എന്തുണ്ടാവും? നല്ല റെഡ് കളർ ഉണ്ടാവും അല്ലേ? എയ്ഡൻ, എയ്ഡൻ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ് എയ്ഡൻ? ആപ്പിൾ ആണോ ഇഷ്ടം? ഓക്കെ, ആപ്പിൾ ആണല്ലേ എയ്ഡൻ ഏറ്റവും ഇഷ്ടം. ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണല്ലേ? നന്നായിട്ട് കഴുകിയിട്ടൊക്കെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നേ ഉള്ളൂ അല്ലേ? ആപ്പിൾ എന്താണ്? വളരെ ഹെൽത്തി ആണല്ലേ? അഭിനവ്, അഭിനവിന് ഏറ്റവും ഇഷ്ടം ഏതാണ്? ഏതാണ്? പൊട്ടറ്റോ ആണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ് മോനെ അഭിനവ്? പൊട്ടറ്റോ ഫ്രൂട്ട് ആണോ വെജിറ്റബിൾ ആണോ? ആപ്പിൾ. അമ്മക്ക് ഇഷ്ടമുള്ളതാണോ പറയുന്നത് അഭിനവേ? മോനെ ഏറ്റവും ഇഷ്ടം ഏതാണെന്നല്ലേ ചോദിച്ചത്? ഓക്കെ, അഭിനവിന് പൊട്ടറ്റോ ആണ് ഇഷ്ടം അല്ലേ? ഓക്കെ, അൻവിത, ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്? സ്ട്രോബെറി ആണോ ഇഷ്ടം? വെരി ഗുഡ്. സ്ട്രോബെറിന്റെ കളർ എന്താണ്? റെഡ് ആണല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഐവിൻ, ഐവിൻ ജോസഫ്, എനിക്ക് ഏറ്റവും ഇഷ്ടം മാംഗോയും ഓറഞ്ചും. മാംഗോയും ഓറഞ്ചും ആണോ ഇഷ്ടം? മാംഗോന്റെ കളർ എന്താ ഐവിൻ? വിച്ച് കളർ? യെല്ലോ. ഓക്കെ, പഴുത്ത മാങ്ങ എന്താണ്? യെല്ലോ കളർ ആണ് അല്ലേ? പച്ചയാണെങ്കിലോ? ഗ്രീൻ. പച്ച മാങ്ങയുടെ കളറ് ഗ്രീൻ ആണ് അല്ലേ? ഗ്രീൻ എന്ന് വെച്ചാൽ ഏതാണ് കളറ്? ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഏത് കളറാണ്? ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ഏത് കളറാണ് ഗ്രീൻ കളർ എന്ന് പറയുന്നത്? ഗ്രീനിന്റെ അതെന്താ മലയാളത്തിൽ എന്നാ പറയുന്നത്? ഓക്കെ, അപ്പൊ പച്ച മാങ്ങന്റെ കളർ എന്താണ്? പച്ച കളറാണ് അല്ലേ? ഗ്രീൻ ആണ് അല്ലേ? ഓക്കെ, ഉമർ, ഉമറിന് ഏറ്റവും ഇഷ്ടം ഏത് ഫ്രൂട്ട് ആണ് ഉമർ?
ഉമറിന് ഒരു ഫ്രൂട്ടും ഇഷ്ടമല്ല എന്നാണ് ഉമർ പറയുന്നത് അല്ലേ? ഓക്കെ, ഉമറിന് എല്ലാം ഇഷ്ടമാണ് അല്ലേ ഉമർ? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, എല്ലാ ഫ്രൂട്ടും നമുക്ക് ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, ഞാൻ ഏബൽസ് ഉണ്ടോ? മോന് ഏറ്റവും ഇഷ്ടം ഏത് ഫ്രൂട്ടാണ് ഏബൽ? Mango. മാംഗോ. മാംഗോ ആണല്ലേ ഇഷ്ടം? Mango. ഉം. Palam. Banana. ഓക്കെ, മാംഗോയും ബനാനയുമാണ് ഏബൽസിൻഡോന് ഏറ്റവും ഇഷ്ടം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഷിഫാനക്ക് ഏറ്റവും ഇഷ്ടം ഏത് ഫ്രൂട്ടാണ് ഷിഫാന? Papaya. പിന്നെ വാട്ടർമെലൺ. ഓക്കെ, പപ്പായയും വാട്ടർമെലണും ആണ് അല്ലേ ഏറ്റവും ഇഷ്ടം? ഓക്കെ, ആദിഷ് അൺമ്യൂട്ട് ചെയ്ത് മോനെ. ആദിഷിനെ കുറച്ച് ദിവസമായല്ലോ ആദിഷ് കണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് കുറേ ഫ്രൂട്ട്സിനെ ആദിഷ് അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ, ഓക്കെ, ആദിഷിന് നല്ല റേഞ്ച് പ്രോബ്ലം ഉണ്ടല്ലേ മോനെ? മിസ്സിനൊന്നും കേൾക്കാനും പറ്റുന്നില്ല, കട്ടായി പോവാണ്. ഓക്കെ, അപ്പൊ എന്താണ് കുറേ ഫ്രൂട്ട്സിന്റെ പേരാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, ഗുവാവ, വാട്ടർമെലൺ, ഓറഞ്ച്, പ്ലം, cherries, papaya, pineapple and banana. These are fruits അല്ലേ? ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് വെജിറ്റബിൾസ്? ഏതൊക്കെയാണ്? ബ്രിഞ്ചൽ, ക്യാബേജ്, പൊട്ടറ്റോ, ഗോഡ്, ടൊമാറ്റോ, പീസ്, സ്പിനാഷ്, ഒനിയൻ, കോളിഫ്ലവർ ആൻഡ് പംകിൻ. ഇതൊക്കെ വെജിറ്റബിൾസ് ആണ്. ആപ്പിൾ, മാംഗോ, grapes, guava, watermelon, plum, cherries, papaya, pineapple and banana. These all are fruits അല്ലേ? കുറേ ഫ്രൂട്ട്സും ഉണ്ട്, കുറേ വെജിറ്റബിൾസും ഉണ്ട്. ഇനി ആ ഫ്രൂട്ട്സിന്റെ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. ആദിശ്രീ നന്നായിട്ട് ഒന്ന് വായിച്ചേ. ആദിശ്രീ എല്ലാ ഫ്രൂട്ട്സിന്റെ പേരും. ആപ്പിൾ, mango, grapes, guava, watermelon, orange, cherry, plum, papaya, pineapple, banana. എത്ര പേരുടെ വീട്ടിൽ ബനാന ഉണ്ട്? എല്ലാവരുടെ വീട്ടിലുണ്ടോ ബനാന? ഉണ്ടോ? ഉണ്ടല്ലേ? കുറേ പേരുടെ വീട്ടിലുണ്ട്. ഓക്കെ, ആദിശ്രീ, ഷാനി, ഹൈജോ, അഭിനവ്, റഫാൻ, അൻവിത, എയ്ഡൻ ജെ മാത്യു എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലേ? എത്ര പേരുടെ വീട്ടിൽ മാംഗോ ഉണ്ട്? മാംഗോ ആൻഡ് മാംഗോ ട്രീ. മാംഗോ ട്രീ ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, ആപ്പിൾ ട്രീ ഉണ്ടോ? ഉണ്ടോ? ആരുടെ വീട്ടിലും ഇല്ല അല്ലെ? ആ, ഹൈജോന്റെ വീട്ടിലുണ്ടല്ലേ? നോണയാ? എന്തൊരു നുണയാണല്ലേ ഹൈജോ? നുണ പറഞ്ഞാ കണ്ണു പൊട്ടും. ഓക്കെ,
ഓക്കെ, അപ്പോ ഹൈജോന്റെ വീട്ടിൽ ആപ്പിൾ ട്രീ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ പറഞ്ഞത് എന്താണ്? നോണയാണല്ലേ? വെറുതെ പറഞ്ഞതാണല്ലേ? പിന്നെ എന്താണ്? ഗ്രേപ്സ്. എത്ര പേരുടെ വീട്ടിൽ ഗ്രേപ്സ് ഉണ്ട്? ഗ്രേപ്സിന്റെ പ്ലാന്റ് ഉണ്ട്. ഉണ്ടോ? മുന്തിരി പിടിക്കണ വള്ളി ഉണ്ടോ എല്ലാവരുടെയും വീട്ടില്? ഗ്രേപ്സ് ഉണ്ടാവുന്ന വള്ളി, മുന്തിരി വള്ളി ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? മുന്തിരി എങ്ങനെയാണ്? വലിയ മരത്തിലാണോ ഉണ്ടാവുക? ചെറിയ പടർന്ന് പടർന്ന് പോണ വള്ളിയിലാണോ ഉണ്ടാവുക? എവിടെയാണ് മുന്തിരി ഉണ്ടാവുക? വലിയ മരത്തിലാണോ? അല്ല അല്ലേ? ചെറിയ പ്ലാന്റ് ആണ് അല്ലെ? ചെറിയ വള്ളിയാണ് അല്ലേ? ഓക്കെ. Then ഗുവാവ. ഗുവാവ കുറെ പേരുടെ വീട്ടിലുണ്ടാവും അല്ലെ? എത്ര പേരുടെ വീട്ടിലുണ്ട് ഗുവാവ ട്രീ? ഓക്കെ, ഇഷാനിയുടെ വീട്ടിലുണ്ട്, ഹൈൽജോന്റെ അടുത്തുണ്ട്, എയ്ഡൻ, അൻവിത, ഏബൽ സിൻഡോ, ദെൻ ഫാത്തിമ മെഹ്റിൻ, മുഹമ്മദ് റഫാൻ, ഐവിൻ ജോസഫ്, അഭിനവ്, എല്ലാവരുടെ വീട്ടിലും ഉണ്ട് അല്ലേ? വെരി ഗുഡ്. ഫാത്തിമ സിദ്ദീഖ് മോൾ എന്താ ചെയ്യുന്ന മോളെ? കാര്യമായ എന്തോ പണിയാണല്ലോ ഫാത്തിമ. ശ്രദ്ധിക്കണേ ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ പിന്നെന്താണ്? ഓറഞ്ച്. എത്ര പേരുടെ വീട്ടിൽ ഓറഞ്ച് ട്രീ ഉണ്ട്? ഓറഞ്ച് ട്രീ ഉണ്ടോ? ആ, ഹൈജോന്റെ അടുത്ത് ആപ്പിളും ഉണ്ട്, ഓറഞ്ചും ഉണ്ട് അല്ലേ? ആപ്പിളും ഉണ്ട്, ഓറഞ്ചും ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? നമുക്ക് പോകാം അല്ലേ? എന്നാല് ഹൈജോന്റെ അടുത്ത് അതാകുമ്പോ നമുക്ക് ഇഷ്ടം പോലെ ആപ്പിളും ഓറഞ്ചും ഒക്കെ പറിച്ചിട്ട് വരാം. നമ്മൾ വരുന്നുണ്ടേ ഹൈജോ, ആപ്പിളും ഓറഞ്ചും എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. നോണയാന്നൊന്ന് നോക്കണല്ലോ. ഓക്കെ, ദെൻ എന്താണ്? വാട്ടർമെലൺ അല്ലേ? വാട്ടർമെലൺ എന്താ ചെയ്യുക? എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ വാട്ടർമെലൺ? നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലേ? ഇപ്പൊ ഫ്രൂട്ട്സിന്റെ ഒക്കെ സീസൺ ആണ് അല്ലേ? ഇപ്പൊ ഇഷ്ടം പോലെ ഓറഞ്ചും ആപ്പിളും വാട്ടർമെലണും ഒക്കെ ഉണ്ടല്ലേ? ചൂട് ടൈം ആവുമ്പോ ഇനി എല്ലാ ഫ്രൂട്ട്സും വരാറുണ്ട് അല്ലേ? ഇപ്പൊ ഫ്രൂട്ട്സിന്റെ ഒക്കെ ടൈം ആണല്ലേ? അപ്പൊ എന്താണ്? വാട്ടർമെലൺ. ദെൻ പ്ലം അല്ലേ? ചെറിയ എന്താണ്? ഒരു ഫ്രൂട്ട് ആണ് അല്ലേ? പ്ലം റെഡ് കളറിലുള്ള ഫ്രൂട്ട് ആണ്. ഓക്കെ, ദെൻ ചെറി എന്താണ്? നല്ല ടേസ്റ്റി ആണ് അല്ലേ? നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചെറി അല്ലേ? നല്ല റെഡ് കളറിലുള്ള ചെറീസ് ഉണ്ട് അവിടെ. ദെൻ പപ്പായ ആരുടെ ഒക്കെ വീട്ടിലുണ്ട്? പപ്പായ ആ, അൻവിതന്റെ വീട്ടിലുണ്ട്, അഭിനവിന്റെ അടുത്തുണ്ട്, ഫാത്തിമ സിദ്ദിഖ്, ഏബൽ സിൻഡോ, ഐവിൻ ജോസഫ്, ഇഷാനി, ഹൈജോ, ഏഡൻ ജെ മാത്യു, നിതാഷ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ പപ്പായ? ഓക്കെ, പപ്പായ നല്ല പഴുത്ത പപ്പായ ആണല്ലേ ഇത്? പഴുത്താല് നല്ല യെല്ലോ കളർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താകും? നല്ല ഗ്രീൻ കളറിലാണ് പപ്പായ ഉണ്ടാവുക അല്ലേ? ഇത് പൈനാപ്പിൾ ഉണ്ടാവാറുണ്ടോ? പൈനാപ്പിൾ ഉണ്ടാകാറുണ്ടല്ലേ? ഓക്കെ, വലിയ മരത്തിലാണോ ഉണ്ടാവുക? എവിടെയാ പൈനാപ്പിൾ ഉണ്ടാവുക? വലിയ മരാണോ? ഹൈജോന്റെ വീട്ടിലെ വലിയ മരത്തിലാണോ പൈനാപ്പിൾ ഉള്ളത്? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ചെറിയ ചെടിയിലാണല്ലേ ഉണ്ടാവുക? ആ, ആപ്പിൾ ട്രീന്റെ ഓറഞ്ച് ട്രീന്റെ അടുത്താണോ ഉള്ളത്? വേറെയാണോ? ആപ്പിൾ ട്രീന്റെ ഓറഞ്ചിന്റെ അടുത്തല്ല അല്ലെ? കുറച്ച് ദൂരെയാണുള്ളത് അല്ലേ? ആപ്പിൾ ട്രീന്റെ ഇപ്പൊ ആപ്പിൾ പിടിച്ചിട്ടുണ്ടോ? ആപ്പിൾ ട്രീന്റെ മുകളിൽ ഇപ്പൊ ആപ്പിൾ ഉണ്ടോ പിടിച്ചിട്ട്? ഹൈജോന്റെ വീട്ടിലെ ഉണ്ടോ? ഇല്ലേ? പിടിക്കുമ്പോ ഞങ്ങൾ ആപ്പിൾ ഉണ്ടാവുമ്പോ പറയണേ. ഓക്കെ, ദെൻ ബനാന അല്ലേ? ബനാന എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ? ബനാന മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകാറുണ്ട് അല്ലേ? ബനാന. അപ്പൊ ഇത്രയും ഫ്രൂട്ട്സിന്റെ പേരാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കുറേ ഫ്രൂട്ട്സും പഠിച്ചു, കുറേ വെജിറ്റബിൾസും പഠിച്ചു. അപ്പൊ പെട്ടെന്ന് കുറേ ഫ്രൂട്ട്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം?
കുറെ ഫ്രൂട്ട്സിന്റെ പേര് പെട്ടെന്ന് തന്നെ പറയണം അല്ലേ? പിന്നെന്താണ് വെജിറ്റബിൾസിന്റെ പേരും അതുപോലെ നമ്മൾ നന്നായിട്ട് പഠിക്കണം അല്ലേ? ആരെങ്കിലും 5 വെജിറ്റബിൾസിന്റെ പേര് പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് പറയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നന്നായിട്ട്. അപ്പൊ ഇത് രണ്ടും വായിച്ചു നോക്കണം. ഓരോ പിക്ചർ കണ്ടാൽ അത് ഏത് ഫ്രൂട്ട് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും പഠിക്കണം. എക്സാമിന് ചിലപ്പോൾ അങ്ങനെയാണ് വരിക അല്ലേ? ഏതെങ്കിലും ഫ്രൂട്ട്സിന്റെയോ വെജിറ്റബിൾസിന്റെയോ പിക്ചർ തരും, എന്നിട്ട് അത് ഏത് ഫ്രൂട്ട് ആണ് ഏത് വെജിറ്റബിൾ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വേഗം അത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം അല്ലേ? ഈ പിക്ചേഴ്സ് നന്നായി ശ്രദ്ധിച്ച് നോക്കി പഠിക്കണം. വെജിറ്റബിൾസിന്റെ പേരും നന്നായിട്ട് പറഞ്ഞു പഠിക്കണം അല്ലേ? ബ്രിഞ്ചലിന്റെ പിക്ചർ തന്നാൽ അത് ബ്രിഞ്ചൽ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. ഹൈജോ ഭയങ്കര കുസൃതി കളിക്കാണല്ലേ ഹൈജോ? ലിസൺ. ഓക്കെ, പിന്നെന്താണ്? കുറേ ഫ്രൂട്ട്സും ഉണ്ടല്ലേ? അപ്പൊ ഈ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പേര് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മളിപ്പോ കുറെ ഫ്രൂട്ട്സിനെ കുറിച്ചും കുറെ വെജിറ്റബിൾസിനെ കുറിച്ചും പഠിച്ചു അല്ലേ? അത് കൂടാതെ പിന്നെന്താണുള്ളത്? പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? കുറേ ഫ്ലവേഴ്സ്. ഡു യു ലൈക്ക് ഫ്ലവേഴ്സ്? എല്ലാവർക്കും പൂക്കൾ ഇഷ്ടാണോ? ഇഷ്ടാണോ? ഫ്ലവേഴ്സ് ഇഷ്ടാണല്ലേ? എത്ര പേരുടെ വീട്ടില് ഗാർഡൻ ഉണ്ട്? ഗാർഡൻ, ഫ്ലവേഴ്സ് ഗാർഡൻ. ഇഷാനിന്റെ വീട്ടിലുണ്ട് അല്ലേ? ഇഷാനി. ആദിശ്രീന്റെ വീട്ടിലുണ്ടോ? ആദിശ്രീന്റെ അടുത്ത് മുഹമ്മദ് റഫാൻ, ഫാത്തിമ മെഹ്റിൻ, ഏഡൻ ജെ മാത്യു, അൻവിത പ്രജീസ്, നിറ്റാഷ, അഭിനവ്, എല്ലാവരുടെ അടുത്ത് എന്തുണ്ട്? ഗാർഡൻ ഉണ്ടല്ലേ? ഉമറിന്റെ വീട്ടിലില്ലേ ഉമർ? ഐവിന്റെ വീട്ടിലുണ്ടല്ലേ ഐവിൻ? ഐവിന്റെ അടുത്തും ഉണ്ട് നല്ല ഗാർഡൻ. ഉമറിന്റെ വീട്ടിലില്ല അല്ലേ? നോ. എവിടെന്നെങ്കിലും കുറെ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താക്കണം? നല്ല ഗാർഡൻ ഉണ്ടാക്കണം കേട്ടോ ഉമർ. നല്ല ഗാർഡൻ ഉണ്ടാക്കി എന്താണ്? ഗാർഡനില് നല്ല പൂക്കൾ ഉണ്ടാവും അല്ലേ? ഫ്ലവേഴ്സ്. നല്ല നല്ല മണമുള്ള നല്ല കളറുള്ള കുറേ പൂക്കൾ ഉണ്ടാവും. അപ്പൊ ഈ പൂക്കളില് തേൻ കുടിക്കാൻ ആരാ വരിക? ഈ പൂക്കളില് തേനൊക്കെ കുടിക്കാൻ വേണ്ടി ആരാ വരിക? പൂമ്പാറ്റ വരും അല്ലേ ഇഷാനി? പൂമ്പാറ്റേനെ എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ബട്ടർഫ്ലൈ അല്ലേ? ഓക്കെ, ബട്ടർഫ്ലൈ വരും അല്ലേ? നമുക്ക് നല്ല ഗാർഡൻ ഉണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും? നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഫ്ലവേഴ്സില് തേൻ കുടിക്കാൻ വേണ്ടി ആര് വരും? ബട്ടർഫ്ലൈ ഒക്കെ വരും അല്ലേ? അപ്പൊ എന്താണ്? ഒരുപാട് ബട്ടർഫ്ലൈ ഒക്കെ വരുമ്പോ എന്തുണ്ടാവും? നല്ല ഭംഗി ഉണ്ടാവും അല്ലേ കാണാൻ? എല്ലാവർക്കും ബട്ടർഫ്ലൈനെ ഇഷ്ടാണോ? ഇഷ്ടാണോ? അതെ അല്ലേ? അപ്പൊ എന്താണ്? നല്ല ബട്ടർഫ്ലൈ ഒക്കെ വരും. അപ്പൊ എന്ത് ചെയ്യണം ഉമർ? ഒരുപാട് ചെടികൾ കൊണ്ടുവന്നിട്ട് നല്ല ഗാർഡൻ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിലാണ് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവുക അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഫ്ലവേഴ്സ് ഇഷ്ടമാണല്ലേ? പല കളറിലാണ് പല ഫ്ലവേഴ്സും ഉണ്ടാവുക അല്ലേ? റെഡ്, യെല്ലോ ആൻഡ് വയലറ്റ്, ബ്ലൂ, പിങ്ക്, റോസ്, വൈറ്റ്, അങ്ങനെ എന്തൊക്കെ കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക? ഒരുപാട് കളേഴ്സുള്ള ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഫാത്തിമ സിദ്ദീഖ്, മോൾക്ക് ഏതൊക്കെ ഫ്ലവേഴ്സ് അറിയാം മോളെ? മോൾക്ക് അറിയുന്ന കുറെ ഫ്ലവറിന്റെ പേരൊന്ന് പറഞ്ഞേ നോക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടല്ല, മോൾക്ക് അറിയുന്ന കുറെ ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ. റോസ്, ചെമ്പരത്തി, പിന്നെയോ? മലയാളത്തിൽ തന്നെ പറഞ്ഞോ മോളെ. മോക്ക് അറിയുന്ന കുറെ പൂവിന്റെ പേര് മലയാളത്തിൽ പറഞ്ഞാൽ മതി. റോസും പിന്നെ ഏതാണ്? ചെമ്പരത്തി മാത്രമേ ഉള്ളൂ? ഓക്കെ ഓക്കെ. ഫാത്തിമ സിദ്ദീഖിന്റെ വീട്ടിൽ ആരാണ്? കുഞ്ഞുവാവ ഉണ്ടോ ഫാത്തിമ? ഉണ്ട് ഇല്ലേ? കുഞ്ഞുവാവ കരയുന്നുണ്ടല്ലേ? ഓക്കെ, ഇപ്പൊ എന്താണ്? കുറേ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട്? കുറേ ഫ്ലവേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നോക്കിയിട്ട് നോക്കാതെയോ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യണം? കുറച്ച്
ഫ്ലവേഴ്സിന്റെ ഒരു 5 ഫ്ലവേഴ്സിന്റെ പിക്ചർ വരക്കണം. എന്നിട്ട് അതിന് താഴെ ആ ഫ്ലവേഴ്സിന്റെ പേരും എഴുതണം. ഓക്കെ, 5 ഫ്ലവേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 ഫ്ലവേഴ്സിന്റെ പിക്ചർ വരക്കുക. എന്നിട്ടോ അതിന്റെ പേരും എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. ഓക്കെ, ചെയ്യില്ലേ എല്ലാവരും? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്ലവേഴ്സിനെ കുറിച്ച് പഠിക്കാം അല്ലേ? ഉമർ, ലിസൺ. ഓക്കെ, അപ്പൊ 5 ഫ്ലവേഴ്സിന്റെ ചിത്രം വരക്കുക. നന്നായിട്ട് കളർ ചെയ്യുക. ഐജോ വരച്ചോ ഫ്ലവേഴ്സ്? അപ്പൊ നന്നായിട്ട് ഫ്ലവേഴ്സ് വരക്കുക. എന്നിട്ട് നല്ല കളർ ചെയ്യണം അല്ലേ? ഫ്ലവേഴ്സിന് നല്ല കളർ ചെയ്യണം. എന്നിട്ട് അതിന് താഴെ ഓക്കെ, ഹൈജോ വരച്ചത് എന്താണ്? ഫ്രൂട്ട്സ് ആണല്ലേ? ഓക്കെ, ഫ്ലവേഴ്സ് വരക്കുക. എന്നിട്ട് ഫ്ലവേഴ്സിന് താഴെ അതിന്റെ പേര് എഴുതുക. പേര് എഴുതുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പേര് എഴുതുമ്പോൾ അതിന്റെ സ്പെല്ലിങ് കറക്റ്റ് നോക്കിയിട്ട് മാത്രം എഴുതുക. ഓക്കെ, സ്പെല്ലിങ് തെറ്റിക്കാതെ നന്നായിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ഇന്ന് വൈൻഡപ്പ് ചെയ്യാമല്ലേ? ഓക്കെ, ബൈ. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വായിക്കണം. അത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിന്റെ പിക്ചർ വരക്കണം 5 എണ്ണം. എന്നിട്ട് അതിന് നന്നായിട്ട് കളർ ചെയ്യണം. കളർ ചെയ്തിട്ട് ആ ഫ്ലവേഴ്സിന്റെ അടിയിൽ ഫ്ലവേഴ്സിന്റെ നെയിം എഴുതണം. നെയിം എഴുതിയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്പെല്ലിങ്ങും കൂടി വായിച്ചു നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ? ബൈ.